ഇന്ന് ലാസ്റ്റ് ഡേ തായ്നാൻ നമ്മൾ തിരിച്ചു പോവാണ്. തിരിച്ചു പോകണില്ല, മീൻസ് തായ്നാനിൽ നിന്നും തിരിച്ചു പോകണാണ്. തിരിച്ചല്ല, വേറെ സ്ഥലത്തോട്ട് പോകണം. നെക്സ്റ്റ് ഡെസ്റ്റിനേഷൻ. ഇതാണ് ഞങ്ങളുടെ തിരുത്തൽ ചൂടെ. നമ്മൾ പോകുന്നത് കൗസിങ്ങിലേക്കാണ്. ഇനി നമ്മൾ റെയിൽവേ സ്റ്റേഷനിൽ വന്നു. പിന്നെ ഡാഡി മമ്മി ടാക്സിയിൽ വരാനുണ്ട്. ഇവിടുത്തെ ടാക്സിയൊക്കെ കാണണം കേട്ടോ. ഇവിടുത്തെ ടാക്സി വരുന്നുണ്ടെന്നുണ്ടെങ്കിൽ നമ്മളൊന്നും വലിയ ആൾക്കാർ വരുന്ന പോലെ തോന്നും. ആടം പോയി ഇറങ്ങാൻ വേണ്ടിയിട്ട് കിടന്ന് ദേഷ്യം പിടിക്കണം. കണ്ടില്ലേ? വണ്ടി ഇതൊക്കെയാണ് ഇവിടുത്തെ ടാക്സി. ഇത് ടാക്സിയാണ് ഗൈസ്. പക്ഷെ വന്ന് ഇറങ്ങുന്നുണ്ട് സ്റ്റൈൽ. ഒരേ പൊളിയല്ലേ. നമുക്ക് ആ കാലം വീട്ടിൽ കൊണ്ടുപോയാലും കുറച്ച് അഴുക്കുണ്ട്. സാരില്ല, നമുക്ക് കഴുകിയെടുക്കാം. മഞ്ഞളില്ലേ നമുക്ക് ഈ കാണാൻ ടച്ച്. അത് വണ്ടി നിർത്തിയപ്പോ തന്നെ ഫുള്ള് തുറന്നതാണ്ട. അല്ല, ഉള്ളി തന്നെ വന്നാ. നമ്മൾ ട്രെയിൻ കയറി കൗസ്യമിലേക്ക് പോകുന്ന ട്രെയിനിലാണ്. അവിടെ പോയി ആദ്യമായിട്ട് ട്രെയിനിൽ അത് തരും. മമ്മി തരും. മമ്മി തരാം. വെറുതെ ട്രെയിനിൽ പറഞ്ഞേ ഹായ് പറഞ്ഞേ. ടിറ്റിപ്പോയിലാണ്. അത് ടിറ്റിപ്പോ ട്രെയിൻ ആദ്യത്തെ ട്രെയിനിൽ ആദ്യമായിട്ടാണ് വരുന്നത്. അവിടെ പോയി എന്തൊക്കെയോ വീഡിയോ അല്ലേ. വീഡിയോ പച്ചപ്പ എവിടെ? സ്മൂത്ത്ലി സ്റ്റേഷൻ. സ്മൂത്ത്ലിയാ? സക്സസ് സ്റ്റേഷൻ, സ്മൂത്ത്ലി സ്റ്റേഷൻ. നമ്മൾ കൗസിങ്ങിൽ എത്തിയിട്ടുണ്ട്. കൗസിങ്ങിൽ നമ്മൾ ജസ്റ്റ് സ്റ്റേഷനിലെത്തി. ഇവിടെ അടുത്ത ട്രെയിൻ തരുക. അതാണ് ഇങ്ങനെ ലൈറ്റ് ബ്ലിങ്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഈ ട്രെയിനാണ് നമ്മൾ വന്നത്. ഓ, ടെലിഫോൺ ബൂത്തൊക്കെ ഉണ്ട്. എല്ലാം കാണിക്കും. ആൾക്കാരൊക്കെ ഇവിടെ ഇരിപ്പുണ്ട്. ഇവിടെ എലവേറ്ററും ഉണ്ട്, ലിഫ്റ്റും ഉണ്ട്, സ്റ്റെയറും ഉണ്ട്. ഇത് വേണമെങ്കിൽ നമ്മളിവിടെ റെയിൽവേ സ്റ്റേഷനിൽ തന്നെയാണ്. ഇവിടെ ഇങ്ങനെ കിഡ്സ് സോണൊക്കെ ഉണ്ട്. ഇവിടെ അടുത്ത് കുറേ നേരം കളിച്ച് നമ്മുടെ ചെക്കിൻ ടൈം ആവാത്തതുകൊണ്ട് നമ്മൾ ഹോട്ടലിലേക്ക് പോയിട്ടില്ല. ആടമ്പോനെ ഡാഡി ടാബിൽ കാർട്ടൂൺ കാണിച്ചിരുത്താൻ പോണേ. എന്തൊരു നല്ല ഡാഡി. നോക്കി പേടിപ്പിക്കണം. സൈമനോട് 7-Eleven എന്താ സംഭവം? അടിയിൽ റൈസ് ഉണ്ട്, അത് കഴിക്കണില്ലേ? വെരി ബുദ്ധിമാൻ. വളരെ ബുദ്ധി കൂടി പോയ ചെക്കനാണ് ഈ ഇരിക്കണത് കേട്ടോ. പിന്നെ ഈ ചാറ് മാത്രം ഇങ്ങനെ കഴിച്ചോണ്ടിരിക്കണ ഇത്ര നേരമായിട്ട്. ഇത് സ്പൂൺ വെച്ച് ഒഴുക്കി. കണ്ടില്ലേ? കണ്ട പ്രായം ഇത്രയൊക്കെ ആണെങ്കിലും എന്താ ചെയ്യാ, ബുദ്ധിയില്ല കുട്ടിയാ. വെയിറ്റ് തോന്നിയില്ലേ അപ്പ ടിന്നിന് കുറച്ചുകൂടി? ഡാഡി ഈസ് ഈറ്റിംഗ് പാസ്ത, മമ്മി ഓൾസോ പാസ്ത. അത്ര പോരാ. അവള് അവിടെ ചിക്കനും ബീഫിന്റെ ഒക്കെ സ്റ്റീക്കൊക്കെ ഉള്ളതൊക്കെ എടുക്കാതെ പാസ്ത എടുത്ത്. അത് തക്കാളി സോസിന്റെ ആയിരിക്കും. ഇങ്ങനെയാണ് കഴിക്കേണ്ടത്. സായ്മോനൊക്കെ എക്സ്പേർട്ടായി ഇപ്പൊ. സ്റ്റിക്കി റൈസ് ആയതുകൊണ്ട് അതിൽ വരും കറക്റ്റ്. പക്ഷെ വീഡിയോ എടുക്കാൻ നേരത്ത് മാത്രമേ ചില സമയത്ത് വരില്ല. ഇവിടെ ചെറുക്കാ ഉണ്ടല്ലേ? ഡാഡി വേറെ ഫോണിൽ, കുഞ്ഞ് വേറെ ഫോണിൽ. ഡാഡി കാണിക്ക്, ഫോൺ കാണിക്ക്, ഫോൺ കാണിക്ക്, ഫോൺ കാണിക്ക്. ഡാഡിയും കാർട്ടൂൺ, കുഞ്ഞും കാർട്ടൂൺ. ഡാഡിയും കാർട്ടൂൺ, കുഞ്ഞും കാർട്ടൂൺ. ഞങ്ങൾ കൗസ്യം സ്റ്റേഷന്റെ പുറകിലിറങ്ങിയപ്പോ ആൾക്കാർ കാണണം. നോക്കൂ, കണ്ടില്ലേ?
പണി നടന്നുകൊണ്ടിരിക്കണേ ഉള്ളൂ എന്ന് തോന്നുന്നു. നല്ല അതാണ് ഭയങ്കര ഒച്ചപ്പാട്. റെനോവേഷനൊക്കെ നടക്കണേ. അടിപൊളി. നമ്മുടെ ഹോട്ടലിലെത്തി. നമ്മൾ കൗസിലിൽ താമസിക്കുന്ന ഹോട്ടലിൽ അറുപത് ബഹളം ഉണ്ടാക്കിയിട്ടുണ്ടിരിക്കുന്നു. ഡ്രീം മാളിലെത്തി. ഹലോ, വെൽക്കം ടു കാൽസ്യം ഡേ 1. നമ്മളിപ്പോൾ കാൽസ്യത്തിൽ നമ്മൾ പ്ലാൻ സിറ്റിൻ ഐലൻഡിൽ പോകാനായിരുന്നു. പക്ഷേ സിറ്റിൻ ഐലൻഡ് 4:30 വരെ അങ്ങോട്ടുള്ള ബോട്ട് സർവീസ് ഉള്ളൂ. അതുകൊണ്ട് നമ്മൾ പ്ലാൻ ചേഞ്ച് ആക്കി ഡ്രീം മോളിലേക്ക് വന്നു. ഡ്രീം മോളിൽ കണ്ടോ ഒരു മനുഷ്യൻ ഉണ്ടാവില്ല. കാരണം വലിയ ഡെക്കാത്തലോ ഡ്രീം മോളിലുണ്ടല്ല ഇപ്പോൾ ഒരു മനുഷ്യൻ ഉണ്ടാവില്ല. അത് സമയമായിട്ടില്ല. 4 മണിക്ക് വരെ മോളിൽ തന്നെ കോസ്കോ അതിനകത്ത് ഇറക്കും അകത്ത്. പിന്നെ ഇതിന്റെ പൊക്കത്ത് കണ്ടില്ലേ നമ്മള് വീഡിയോയില് ജൈന്റ് വീല്, പിന്നെ കുറെ പിള്ളേർക്ക് കളിക്കാനുള്ള ഒരു ചെറിയ അമ്യൂസ്മെന്റ് പാർക്ക് പോലെ സെറ്റപ്പ് ഉണ്ട്. നമുക്ക് നോക്കണം എന്താണെന്ന് കാണണം. അത് താഴെ പോ അകത്ത് ആരും ഉണ്ടാവില്ല. എൻ്റെ ഉള്ളിൽ ഹൈ എൻഡ് മോളാണ്, പക്ഷെ ആരും ഉണ്ടാവില്ല. ഇതെന്താ നോ ടച്ച് പ്ലേസ്. എന്താന്ന് വെറുതെ ഒരു മോഡലായിരിക്കാം അല്ലേ? ആ ഇതിങ്ങനെ മാർക്കറ്റ്, വെജിറ്റബിൾ മാർക്കറ്റ് അങ്ങനെയൊക്കെ എല്ലാ ആൾക്കാരൊക്കെ നടന്നു പോകുന്നു. ഓ ആയിരിക്കും. ആ ആയിരിക്കും. കണ്ട മമ്മിക്ക് എല്ലാം പിടിക്കും. ബുദ്ധിമതിയാണ് ക്യാമറ. ഇതിലെന്തൊക്കെ സൂം ചെയ്യാൻ പറ്റും എന്നറിയാൻ വേണ്ടിയിട്ടായിരിക്കും. കണ്ട നമ്മള് ഇവിടെ ഒരു ഓപ്പൺ സ്പേസ് ആണ് ഈ ഡ്രീം മോളിന്റെ. എന്തോ ഇതിങ്ങനെ നടുക്ക് ഓപ്പൺ സ്പേസ്, അപ്പുറത്തും ബിൽഡിങ്. ഇതിന്നൊരു ഡോറ് വെച്ചിട്ട് ഇതിൽ കൂടെ നമുക്ക് നടന്ന് പുറത്തുള്ള സ്പേസിൽ താഴേക്ക് അങ്ങോട്ട് ഏരിയ ഉണ്ട് ഇരിക്കാൻ, നമുക്ക് ഫുഡൊക്കെ കഴിച്ചിരിക്കാം. അങ്ങനെ എന്താ അപ്പൊ ഇവിടെ എന്തോ സംഭവം നടക്കണേ, എന്താന്ന് മനസ്സിലായില്ല. എന്തൊക്കെയോ പറയണുണ്ട്. നമ്മളിവിടെ ഇവിടെയാണ് ഫുൾ ഫുഡ് മാർക്കറ്റ്, തായ് ടൗൺ. ഇവിടെ വന്നപ്പോ തന്നെ വിശക്കാൻ തുടങ്ങിയല്ലോ. അവിടെ എന്താല്ല അടു നോക്കി, മമ്മീനൊന്ന് നോക്കി. അവിടെ എന്താണല്ല അവിടെ ചെല്ല്. എന്തിയെ അവിടെ ചെന്ന് നോക്ക്. ബാ അവിടെ ചെല്ല്. ബാ പേടിയാണോ? മിമ്മി എവിടെയാടോ? ആ പറഞ്ഞേ. കണ്ടില്ലേ മോളിന്റെ അകത്തും തൊപ്പി വെച്ച് നടക്കുന്ന മദാമ. അതെ, ഡാഡിയും തൊപ്പി വെച്ച് നടക്കുള്ളൂ.
എല്ലായിടത്തും തൊപ്പി. കാരണം എന്താന്ന് വെച്ചാൽ ഞാൻ പറയണില്ല. രണ്ടുപേരും തൊപ്പി വെച്ചേക്കണതിന്റെ കാരണം ഞാൻ പറയണില്ല. നിങ്ങൾ ഊഹിച്ചെടുത്ത് അറിയാമെങ്കിൽ കമന്റ് ബോക്സിൽ കമന്റ് ചെയ്യുക. ആ ഇതാണ് ലിയോ പറഞ്ഞത്. അമ്പമ്പോ ഇതാകുമ്പില്ലേ ക്ലീനും ആണ്. മനസ്സിലായത്? സ്ട്രീറ്റ് അല്ലല്ലോ. ലിയോ ഇതൊക്കെ കാണിക്കാൻ വേണ്ടി വന്നായിരിക്കും. ഇത് കണ്ടില്ലേ നല്ല ഇതാകുമ്പം ആ ലിയോ എന്താ അവിടെ എന്തോ ഉദ്ദേശിച്ചിട്ടുണ്ട്. ഒരു മീമി ഇത് കണ്ടില്ലേ? ഇത് പുറത്തൊരു ഔട്ട്ഡോർ സ്പേസിൽ ഉള്ളതാ. ഇത് കണ്ടോ? ഇതാണ് ഇതിന്റെ ഹൈറ്റ്. കൊള്ളാം. ഫോട്ടോയ്ക്ക് വേണ്ടി ഫ്രെയിം നോക്കിക്കൊണ്ടിരിക്കുന്ന സൈമൺ. പക്ഷെ ലൈറ്റ് പോയി തുടങ്ങി. ഇവിടെ 5 മണി ആയതേ ഉള്ളൂ. പക്ഷെ ഇപ്പം ഇരുട്ടായി തുടങ്ങി ചെറുതായിട്ട്. ഗൈസ് മൂഞ്ചിപ്പോയി. ഡ്രീം മോളിൽ ഞാൻ മെയിനായിട്ട് വന്നത് തന്നെ എൻ്റെ ലിസ്റ്റിലുണ്ടായിരുന്ന ജയൻറ്റ് വീല് കാരണമാണ്. പക്ഷേ ഗൈസ് കൂട്ടിപ്പോയി. ഞങ്ങളിവിടെ വരണേന് ഇവിടെ നിന്ന് ഞങ്ങളിങ്ങോട്ട് പോരുന്ന ദിവസം അല്ലെങ്കിൽ അതിന് തൊട്ടുമ്പത്തെ ദിവസം ഇവിടെ ഒരു ടൈഫൂൺ വന്നു. ടൈഫൂൺ ക്രാക്കാണ് സംതിങ്. അതിൽ ആ പാർക്ക് ഫുള്ള് ഡാമേജ് ആയിപ്പോയി. അതുകൊണ്ട് അവർ മെയിൻ്റെനൻസ് ആയതുകൊണ്ട് ഇത് അടച്ചിട്ടെങ്ങനെ. സോ സാഡ്. ഞാൻ കാണിച്ചു തരാം വീഡിയോ. അതിൻ്റെ ഇതിട്ടായിരുന്നു. കണ്ടില്ലേ? ഡ്യൂ ടു ദ ഇമ്പാക്ട് ഓഫ് ടൈഫൂൺ the Dinosaur Exploration Park and the Ferry wheel are currently under maintenance and closed for operations. We apologize for that. കഷ്ടായിപ്പോയി. സാരില്ല, എന്ത് ചെയ്യാനാ? എന്തായാലും നമ്മൾ വന്ന സമയം കുറച്ചും കൂടി ലേറ്റ് ആയതുകൊണ്ട് ഭാഗ്യത്തിന് ടൈഫോൺ നമ്മൾ ഹിറ്റ് ചെയ്തില്ല. അത് വന്നു പോയി. അതുകൊണ്ട് അന്ന ദിവസം കുറച്ച് മഴയൊക്കെ ആയിരുന്നു. ബട്ട് എനിവേസ് ഓട്ടിടും. അയ്യോ ഇവിടെ അടിപൊളിയാണല്ലോ. ആടംബോയ്ക്ക് കളിക്കാൻ പറ്റിയ എല്ലാ സാധനങ്ങളും ഉണ്ട്. പക്ഷെ ആടംബോയ് ഉറങ്ങിപ്പോയി. ഇനിയിപ്പോൾ സാരമില്ല, പോവാം. അടിപൊളി. എന്തോരാണ് ആടംബോയ്ക്ക് ഇവിടെ ഇറങ്ങി വെച്ചെങ്കിൽ വെറുതെ അർമാദിക്കായിരുന്നല്ല. എല്ലാത്തിലും പൈസ ഇടണ്ടേ? ആ ഇറക്കിയപ്പോഴൊന്നും കയറ്റാൻ പറ്റില്ല. ഓ അവിടെ ലൈറ്റ് കാണുന്നുണ്ട് ഡ്രീം മോൾ. അതെ, ഇതിന്റെ ജയന്റ് വീലിന്റെ. പക്ഷെ എന്താ ചെയ്യാം? ഓക്കെ, നമ്മൾ ഇനി ഉണ്ടല്ലോ സ്റ്റൺ ട്രാം. ഇതിൽ കയറാനുള്ള ഉദ്ദേശത്തിലാണ്. നോക്കട്ടെ. വരുമായിരിക്കും.